Imagine that you are all going for a trip. Unfortunately, you are provided with me as your guide. So, we are all now going to a place called ferroelectrics. For a better understanding and convenience, I will use both English and Malayalam in my narration. So, shall we move on? So, now we have to move on to the topic ferroelectrics. Have you heard about ferroelectrics? What is a ferroelectric material? Do you have an idea? Anyway, let's have a check. Usually we say ionic susceptibility is not sensitive to variations in temperature. അതായത് അയോണിക് സസെപ്റ്റിബിലിറ്റി ടെമ്പറേച്ചർ ചേഞ്ചിനോട് അല്ലെങ്കിൽ വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചറിനോട് സെൻസിറ്റീവ് അല്ല പൊതുവെ ചില സബ്സ്റ്റൻസ്. പക്ഷേ വേറെ ചില സബ്സ്റ്റൻസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുന്നതിനനുസരിച്ച് അയോണിക് സസെപ്റ്റിബിലിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അത്തരം മെറ്റീരിയൽസിനെയാണ് ഫെറോ ഇലക്ട്രിക്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുന്നത്. അപ്പോൾ സസെപ്റ്റിബിലിറ്റി എന്താണെന്നൊക്കെ നമുക്കറിയാം. പോളറൈസേഷൻ പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അവിടെ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു മെറ്റീരിയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് തന്നെയാണ് സസെപ്റ്റിബിലിറ്റി, നമുക്കറിയുന്ന കാര്യമാണ്. ഓർത്തെടുക്കാൻ വേണ്ടി ഒന്ന് പ്ലേസ് ചെയ്തേ ഉള്ളൂ. പോളറൈസേഷൻ്റെ കാര്യം നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലേക്കായിരിക്കും. ഇനി ഇഫക്റ്റ് ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ പ്രസൻസിലും ആബ്സെൻസിലുള്ള ഡൈപോൾ മൊമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡൈപോൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മോസ്റ്റ് ഫെറോ ഇലക്ട്രിക്സ് ഹാവ് സ്മോൾ കണ്ടക്ടിവിറ്റി ആൻഡ് ആർ കൺസിഡേർഡ് ടു ബി എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ഒക്കെ ഇൻസുലേറ്റേഴ്സ്, അതിൽ തന്നെ ഇൻസുലേറ്ററിൻ്റെ ഒരു കാറ്റഗറി ആയിട്ടുള്ള ഡൈഇലക്ട്രിക്സ്, ആ ഒരു വിഭാഗത്തിൽ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്ന കാറ്റഗറി ആയിട്ടാണ് ഫെറോ ഇലക്ട്രിക്സിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇൻസുലേറ്ററും ഡൈഇലക്ട്രിക്സും തമ്മിലുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പം നമുക്കറിയാം വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു പെക്യുലാരിറ്റി, അത് ചാർജ് സ്റ്റോറേജ് എന്നുള്ള പർപ്പസിൽ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതിൽ ഈ കപ്പാസിറ്റർ പോലുള്ള ഐറ്റംസ് ഒക്കെ വരും. സം ഫെറോ ഇലക്ട്രിക്സ് ആർ സെമി കണ്ടക്ടേഴ്സ്. അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള ഫെറോ ഇലക്ട്രിക്സും ഉണ്ട്. പക്ഷേ ജനറലായിട്ട് ഒരു കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ഡൈഇലക്ട്രിക് എന്നുള്ള കാറ്റഗറിയിൽ തന്നെയാണ് ഫെറോ ഇലക്ട്രിക്സിനെ ജനറലായിട്ട് പറയുന്നത്. ആൻഡ് ഓൾസോ ഫെറോ ഇലക്ട്രിക് എക്സിബിറ്റ് അൺകൺവെൻഷണൽ പൈറോ ഇലക്ട്രിസിറ്റി ആൻഡ് പീസോ ഇലക്ട്രിസിറ്റി. എന്താണ് പൈറോ ഇലക്ട്രിസിറ്റി, പീസോ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. ഓക്കെ. എ ക്രിസ്റ്റൽ വിച്ച് എക്സിബിറ്റ്സ് എ സ്പോണ്ടേനിയസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ഫെറോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ഇതാണ്. അതിൽ ഈ വേർഡ് സ്പോണ്ടേനിയസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവുന്ന കാര്യം അറിയാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഡൈഇലക്ട്രിക് ആണ് എന്ത് ഫെറോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലൊരു സ്പോണ്ടേനിയസ് ആയിട്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് ഫെറോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഹെൻസ് ദ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജ് ഡസ് നോട്ട് കോയിൻസൈഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജ് ഈവൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് പോസിറ്റീവ് നമുക്കറിയാം എന്താണ് ഡൈപോൾ എന്നുള്ളത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് മൊത്തത്തിൽ നമ്മൾ ഡൈപോൾ മൊമെൻറ്റ്, ഡൈപോൾ എന്നുള്ള ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ഡൈപോളിനകത്ത് ഇവിടെ എന്താണ് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് തമ്മിലുള്ള കോയിൻസിഡൻസ് അതുണ്ടാവില്ല, കോയിൻസൈഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഓൾ ദ ഡൈപോൾസ് പോയിന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ഡൈപോൾസ് എല്ലാം പോയിന്റ് ചെയ്യുന്നത്. ആ ഡൈപോൾസ് പോയിന്റ് ചെയ്യുന്ന ആ ഡയറക്ഷൻ ഏതായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ബോക്സും ചുറ്റും കുറേ കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഓടാൻ തുടങ്ങിയാൽ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? അയാളുടെ പിറകെ തന്നെ ഓടും അല്ലേ? അപ്പോൾ അതുപോലെ
ആ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലേക്കാണോ അപ്ലൈ ചെയ്തത്, എക്സ്റ്റേണലി അപ്ലൈ ചെയ്തത്, അതേ ഡയറക്ഷനിലേക്ക് തന്നെ ഡൈപോൾസ് എല്ലാം അലൈൻ ചെയ്യും. അതായത് പോളറൈസേഷൻ്റെ ഡയറക്ഷൻ ആ ഡയറക്ഷനായിട്ട് മാറും, പാരലലായി മാറും. ദെൻ ഡൈപോളിൻ്റെ ഒരു ഫിഗർ, അത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കൊടുത്താണ്. Ferroelectric materials have constantly attracted scientific interest because of their technological applications. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കപ്പാസിറ്റേഴ്സ് ഒക്കെ ആയിട്ട് സ്റ്റോറേജ്, ഈ ഡൈലക്ട്രിക്സ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ഇതിനൊക്കെ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കപ്പാസിറ്റേഴ്സ് ആയിട്ട് അതിൻ്റെ ഒരു നോൺ ലീനിയർ പ്രോപ്പർട്ടി ഉണ്ട്, കപ്പാസിറ്റേഴ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫെറോ ഇലക്ട്രിക് റാം, ഇതിൻ്റെ ഒരു ആ സ്പോണ്ടേനിയസ് പോളറൈസേഷൻ എന്നുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്നതാണ് മെമ്മറി കപ്പാസിറ്റി. അപ്പോൾ ആ ഒരു മെമ്മറി എലിമെൻ്റായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ഫെറോ ഇലക്ട്രിക് റാം ആയി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഫെറോ ഇലക്ട്രിക് കപ്പാസിറ്റേഴ്സ് മെഡിക്കൽ അൾട്രാസൗണ്ട് മെഷീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ, പിന്നെ ഹൈ ക്വാളിറ്റി ഇൻഫ്രാറെഡ് ക്യാമറ, ഫയർ സെൻസേഴ്സ്, പിന്നെ സെൻസേഴ്സായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, വിവിധ സെൻസേഴ്സായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് ഡീസൽ എൻജിനിലൊക്കെ അങ്ങനെയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. നല്ല കറ്റാലിറ്റിക് പ്രോപ്പർട്ടിയും കൂടെ പിന്നെ ഇത്തരം മെറ്റീരിയൽസ്, ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മെറ്റീരിയൽസാണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണ് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. Look at this figure. There is a small ant, but it's not sugar. Then what is it? We can check. Before that, do you know this man? ഈ ഫിഗറിൽ കാണുന്ന 3 ആൾക്കാർ ഒരാൾ തന്നെയാണ്, വിവിധ ഫോട്ടോസാണ്. ഇവിടെ കാണുന്ന ഈ ഒരു ഫിഗറും അതുപോലെ ഈ ഫിഗറിൽ കാണുന്ന ഈ ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽസും ഒരേ സാധനമാണ്. അപ്പോൾ ആ മെറ്റീരിയൽസും ഈ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ഡിസ്കവേർഡ് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് റോച്ചെല്ലെ സാൾട്ട്. അപ്പോൾ അതാണ് നേരത്തെ നിങ്ങൾ ഫിഗറിൽ കണ്ട ഒരു സ്മോൾ ക്രിസ്റ്റലൈൻ ഫോമിലും ലാർജ് ക്രിസ്റ്റൽ ഫോമിലും നിങ്ങൾ കണ്ട ഫിഗർ, ഇതിൻ്റെയാണ് റോച്ചെല്ലെ സാൾട്ട് ബൈ വല്ലാസെക്ക. സയൻറ്റിസ്റ്റിനെയാണ് പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളത് in 1921. This materials can produce spontaneous polarization. നേരത്തെ പറഞ്ഞു, very important point. When an electric field is applied, the electric dipoles are formed inside the ferroelectric material. അറിയാമല്ലോ, ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഡൈപോൾസ് ഫോം ചെയ്യും അല്ലേ. പോസിറ്റീവിൻ്റെ അടുത്ത് നെഗറ്റീവും നെഗറ്റീവിൻ്റെ അടുത്ത് പോസിറ്റീവും ഒക്കെ ആ ഒരു രീതിയിൽ അലൈൻ ചെയ്തിട്ട് ഡൈപോൾസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഡൈലക്ട്രിക്സിൻ്റെ കേസിൽ. ഇതാണ് ഒരു ഫിഗർ, ഡി ഈക്വൽ ടു എപ്സിലോൺ. ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം, ഡൈലക്ട്രിക്കിൻ്റെ ഇക്വേഷൻ. ഇതാ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടെയുണ്ട്, പോളറൈസേഷൻ്റെ ഡയറക്ഷൻ ഉണ്ട്, രണ്ടും സെയിം ആയിരിക്കും. നോൺ പോളറൈസ്ഡ് മെറ്റീരിയലും ഇലക്ട്രിക്കലി പോളറൈസ്ഡ് മെറ്റീരിയലും തമ്മിലുള്ള ആ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ബൈ ഇൻവേർട്ടിംഗ് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇതും വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. കാരണം ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ് പല ആപ്ലിക്കേഷൻസിലും അത് ഈ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. ഇൻവേർട്ടിംഗ് പ്രോപ്പർട്ടി, അതായത് പോളറൈസേഷൻ ഇൻവേർഷൻ. ഒരു ഡയറക്ഷനിൽ ഫീൽഡ് കൊടുക്കുമ്പോൾ ആ ഡയറക്ഷനിൽ പോളറൈസേഷൻ ഉണ്ടാവുന്നു. ഫീൽഡ് ഇൻവേഴ്സ് ചെയ്യുന്ന സമയത്ത് പോളറൈസേഷനും എന്ത് ചെയ്യപ്പെടുന്നു, ഇൻവേഴ്സ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്വിച്ചിങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ബൈ ഇൻവേർട്ടിംഗ് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, the direction of polarization of these materials can be inverted or changed. This is called switching. This is the basic difference between pyroelectric materials and ferroelectric materials. Pyroelectricum ferroelectricum. Ferroelectric materialsന്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പൈറോഇലക്ട്രിക്കിനെ പറയാം. നേരത്തെ പറഞ്ഞു, ഫെറോഇലക്ട്രിക് മെറ്റീരിയൽ എന്താണ്, ബോത്ത് പൈറോഇലക്ട്രിക് ആൻഡ് പീസോഇലക്ട്രിക് രണ്ടും ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പൈറോ എന്നുള്ള വേർഡ് തന്നെ ഉണ്ട്, റിലേറ്റഡ് ടു ടെമ്പറേച്ചർ ആണ്. ഇവിടെ അതിൻ്റെ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ടെമ്പറേച്ചർ, ഒരു സെർട്ടൈൻ ടെമ്പറേച്ചർ കൊണ്ട് സ്പോണ്ടേനിയസ് മൊമെൻറ്റിൽ, ഡൈപോൾ മൊമെൻറ്റിൽ ഒരു ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടൈപ്പ് ക്രിസ്റ്റൽസിനെയാണ് പൈറോ ഇലക്ട്രിക്സ്. ആ പൈറോ എന്നുള്ളത് അറിയാം, റിലേറ്റഡ് ടു ടെമ്പറേച്ചർ ആണെന്നുള്ളത്. അപ്പോൾ അത്തരം മെറ്റീരിയൽസിനെയാണ് ഇൻ സം ക്രിസ്റ്റൽസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി may not change the ferroelectric dipole moment, but a change in spontaneous moment occurs with temperature.
അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് പൈറോ ഇലക്ട്രിക് എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിഥിയം നയോബേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇതാണ് ലിഥിയം നയോബേറ്റ്, LiNbO3 എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ 2 വ്യത്യസ്ത രൂപങ്ങളിലുള്ളതും ആയിട്ടുള്ള ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. Then the theory behind polarization reversal is the domain reversal. ഡൊമൈൻ എന്താണ്, ഫെറോ ഇലക്ട്രിക് ഡൊമൈൻസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്, ആ പോളറൈസേഷൻ റിവേഴ്സലിന് നേരത്തെ പറഞ്ഞ ആ കൺസെപ്റ്റ് വെച്ച് ആലോചിച്ചാൽ മതി. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് അത് നേരെ ഇൻവേർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഫിഗറിൽ. അതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളറൈസേഷനും നോക്കുക ചേഞ്ച് ആയിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ അതാണ് പോളറൈസേഷൻ റിവേഴ്സൽ എന്നുള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞത്. ഇറ്റ് ക്യാൻ ഓൾസോ മെയിൻറ്റെയിൻ ദ പോളറൈസേഷൻ ഈവൻ വൺസ് ദ ഫീൽഡ് ഈസ് റിമൂവ്ഡ്. അതും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അതായത് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ പോളറൈസേഷൻ അതുപോലെ തന്നെ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഫെറോ മാഗ്നറ്റിക്, ഫെറോ ഇലക്ട്രിക് എന്നുള്ള 2 ക്ലാസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഫെറോ എന്നുള്ളത് അനലോഗസ് തന്നെയാണ്. മാഗ്നറ്റിസത്തിലും ഇലക്ട്രോണിക്സ് രണ്ടിലും വരുന്ന ആ ഒരു സാമ്യം അത് അനലോഗസ് തന്നെയാണ്. ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ഫെറോ മാഗ്നറ്റിക് ആകുമ്പോൾ എന്താണ്, പിന്നെ അതിൽ ഫീൽഡിൻ്റെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിലും മാഗ്നറ്റൈസേഷൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു കഴിവ്. അതുപോലെ ഫെറോ ഇലക്ട്രിക്സ് ആകുമ്പോൾ എന്താണ്, ഫീൽഡിൻ്റെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിലും സ്പോണ്ടേനിയസ് പോളറൈസേഷൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ പോളറൈസേഷനും മാഗ്നറ്റൈസേഷനും അനലോഗസ് തന്നെയാണ്. ഒരു കാര്യം കൂടെ, ഈ പ്രിഫിക്സ്, അതായത് ഈ ഫെറോ എന്നുള്ള പ്രിഫിക്സ് കൊണ്ട് മാത്രം ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസിലൊക്കെ അയൺ കണ്ടൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഉള്ളതുണ്ട്, ഇല്ലാത്തതും ഉണ്ട്. പിന്നെ when the electric field is slowly increased and thus reversed, a crystal in normal dielectric state usually does not show significant hysteresis. Normally, this ferroelectric crystals or ferroelectric materials show significant hysteresis. But നമ്മൾ സ്ലോലി ഇൻക്രീസ് ചെയ്ത് അതിനുശേഷം ഫീൽഡ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഹിസ്റ്ററിസിസ് കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് ഹിസ്റ്ററിസിസ് നോക്കാം. എ പ്ലോട്ട് ഓഫ് പോളറൈസേഷൻ അതായത് ഒരു പോളറൈസേഷൻ വേഴ്സസ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, ആ ഒരു കർവ് അല്ലെങ്കിൽ ഗ്രാഫ് എന്നൊക്കെ പറയാം. അതിന് തന്നെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് പറയുന്നത്. റിട്ടൻറ്റിവിറ്റി, കൊയേഴ്സിവിറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഓർമ്മയിൽ വരണം. ഓക്കെ, ദെൻ ferroelectricity usually disappears above a certain temperature called transition temperature. അപ്പോൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഉണ്ട്, അതിന് പിന്നെ ആ ഒരു ടെമ്പറേച്ചറിൻ്റെ പിന്നെ എത്തുന്ന സമയത്ത് എന്താണ്, ഫെറോ ഇലക്ട്രിസിറ്റി ഡിസപ്പിയർ ചെയ്യും. എബവ് ദി ട്രാൻസിഷൻ, ഈ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരണം, കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, പിന്നെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്കുള്ള ഇലക്ട്രോൺ ജമ്പ്, ആ ഇലക്ട്രോൺ ഗ്യാപ്പ്, ആ എനർജി ഗ്യാപ്പ്, പിന്നെ അതന്നെ ഓരോ മെറ്റീരിയൽസിന്, അതായത് ഇപ്പം ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഓരോ മെറ്റീരിയലിനനുസരിച്ചിട്ടുള്ള ആ ഒരു ചേഞ്ച്, ആ കാര്യങ്ങളൊക്കെ ആ ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴേ നമ്മളെ മനസ്സിലേക്ക് വരണം. എബവ് ദ ട്രാൻസിഷൻ ദ ക്രിസ്റ്റൽ ഈസ് സെറ്റ് ടു ബി, അതായത് എബവ് ദ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് മേലെ ആ ക്രിസ്റ്റലിന് എന്താണ് പറയുന്നത്, പാരാ ഇലക്ട്രിക് സ്റ്റേറ്റിൽ അത് എക്സിസ്റ്റ് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസിഷൻ, ആ ഒരു ടെമ്പറേച്ചറിന് മേലെ. അപ്പോൾ പാരാ ഇലക്ട്രിക് എന്ന് പറഞ്ഞാലോ അത് പാരാമാഗ്നറ്റിസം അല്ലെങ്കിൽ പാരാമാഗ്നറ്റിസം ആ ഒരു ഇതിൽ തന്നെ വരുന്നതാണ് പാരാ ഇലക്ട്രിക്. അതിന് അനലോഗസ് ആണ്. എന്താണ്, ഒരു ഫീൽഡിൻ്റെ ആബ്സെൻസിലും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു വീക്ക് ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കും അവിടെ എക്സിസ്റ്റ് ചെയ്യുക ആക്ച്വലി. ദെൻ ക്യൂറി പോയിൻ്റ് ഉണ്ട്. ക്യൂറി പോയിൻ്റ് ഈസ് ദ ടെമ്പറേച്ചർ ബിലോ വിച്ച് ദ മെറ്റീരിയൽ ഷോസ് ഫെറോ ഇലക്ട്രിക് പ്രോപ്പർട്ടി. അപ്പോൾ ക്യൂറി പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, പിന്നെ നമ്മൾ അയോണിക് സസെപ്റ്റിബിലിറ്റിയും ടെമ്പറേച്ചർ വേരിയേഷൻസും തമ്മിലുള്ള ആ ഒരു സെൻസിറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ടെമ്പറേച്ചർ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫെറോ ഇലക്ട്രിക്കിൻ്റെ കേസിൽ. അപ്പോൾ ക്യൂറി പോയിൻ്റ് ഓർത്ത് വെക്കണം. ആ ഒരു ടെമ്പറേച്ചറാണ്, അതിന് താഴെ മാത്രമേ മെറ്റീരിയൽ ഫെറോ ഇലക്ട്രിക് പ്രോപ്പർട്ടി കാണിക്കൂ.
ദ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് നമുക്കറിയാം പെർമിറ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയലും പെർമിറ്റിവിറ്റി ഓഫ് വാക്വം, ആ രണ്ടിൻ്റെയും ഫ്രാക്ഷൻ അതിനെയാണ് പറയുന്നത്. പിന്നെ അതിന് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. അതാണ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് നമ്മൾ പറയുന്നത്. ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി കൊടുത്തേ ഉള്ളൂ. ദെൻ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ഏതൊക്കെയാണ്? ഓർഡർ, ഡിസോർഡർ, അതുപോലെ ഡിസ്പ്ലേസീവ്. ഇങ്ങനെ 2 ക്ലാസ് ആയിട്ടാണ് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം എന്താണ് ഓർഡർ, ഡിസോർഡർ. അപ്പോൾ ഇതൊക്കെ ഈ ട്രാൻസിഷൻ്റെ ബേസിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു ട്രാൻസിഷൻ, അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ശരിക്കും വരുന്നത്. ഓർഡർ ഡിസോർഡറിൽ എന്താണ് വരുന്നത്? ദിസ് ഇൻക്ലൂഡ്സ് ക്രിസ്റ്റൽസ് വിത്ത് ഹൈഡ്രജൻ ബോൺസ് ഉള്ളതാണ് ഇതിൽ വരുന്നത്. പിന്നെ മോഷൻ ഓഫ് ദ പ്രോട്ടോൺസ് ഈസ് റിലേറ്റഡ് ടു ദ ഫെറോ ഇലക്ട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, അതുപോലെ ഐസോമോർഫസ് സോൾട്ട്സ്. ഈ 2 സംഭവങ്ങളാണ് ഓർഡർ ഡിസോർഡറിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അതുപോലെ ഡിസ്പ്ലേസീവ് ഉണ്ട്. ഇഫ് എ സോഫ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ലോവസ്റ്റ് ഫ്രീക്വൻസി മോഡ്. ഓക്കെ, ഇഫ് എ സോഫ്റ്റ് മോഡ് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ ദ ക്രിസ്റ്റൽ അറ്റ് ദ ട്രാൻസിഷൻ, ദെൻ ദ ട്രാൻസിഷൻ ഈസ് ഡിസ്പ്ലേസീവ്. അതായത് ആ ഒരു ട്രാൻസിഷൻ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ അതിൽ സോഫ്റ്റ് മോഡ്, ആ സോഫ്റ്റ് മോഡിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്പ്ലേസീവ് എന്ന് പറയും. ആ ഡിസ്പ്ലേസീവ് മോഡ് ഇൻക്ലൂഡ്സ് അയോണിക് ക്രിസ്റ്റൽസ്. എങ്ങനെയുള്ളത്? അതിൻ്റെ സ്ട്രക്ചേഴ്സാണ് പറഞ്ഞത്. പെറോസ്കൈറ്റ് ആൻഡ് ഇൽമനൈറ്റ്, ആ ഒരു സ്ട്രക്ചേഴ്സ്, ആ 2 സ്ട്രക്ചേഴ്സാണ് ഓൾമോസ്റ്റ് പിന്നെ ഡിസ്പ്ലേസീവ് പ്രോപ്പർട്ടി ആ ഒരു ഇത് എക്സിബിറ്റ് ചെയ്യുന്ന അത്തരം ക്രിസ്റ്റൽസിന് ഉണ്ടാവുന്നത്. ഇത് പെറോസ്കൈറ്റിൻ്റെ സ്ട്രക്ചറാണ്, ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. അതുപോലെ ഇൽമനൈറ്റിൻ്റെ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ട് 2 കൂടെ ഒന്നിച്ച് കൊടുത്തേ ഉള്ളൂ. ഫിഗർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ഓൾ ദ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എക്സിബിറ്റ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ദ സിംപ്ലസ്റ്റ് ഫെറോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഈസ് ജെർമേനിയം ടെല്യൂറൈഡ് വിത്ത് സോഡിയം ക്ലോറൈഡ് സ്ട്രക്ചർ. നമുക്കറിയാവുന്നതാണ്, സോഡിയം ക്ലോറൈഡ് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറുള്ള ജെർമേനിയം ടെല്യൂറൈഡ് ആണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫെറോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക്ക് ആൻറ്റി ഫെറോ ഇലക്ട്രിസിറ്റിയാണ്. ഫെറോ, ആൻറ്റി ഫെറോ, ആ ഒരു നെയിമിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ നമുക്ക് ഊഹിക്കാം അല്ലേ. ഇറ്റ്സ് ഓൾസോ ഫിസിക്കൽ പ്രോപ്പർട്ടി. It can appear or disappear depending on temperature, pressure, external electric field, growth method and other parameters. ഈ ഗ്രോത്ത് മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ക്രിസ്റ്റൽ ഗ്രോത്ത് അല്ലേ, നമ്മൾ അതും ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. മെറ്റീരിയൽ ഫിസിക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ഓഫ് ക്രിസ്റ്റലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിനും നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഫെറോ ഇലക്ട്രിസിറ്റി പറയുന്നത് പോലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, അതിനുള്ളിൽ ആണ് ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നത് ആ ഒരു മെറ്റീരിയൽ. ഓക്കെ, അറ്റ് ഹൈ ഇനഫ് ടെമ്പറേച്ചർ, ഇവിടെ എന്താണ് ക്യൂറി പോയിൻ്റ് അല്ലെങ്കിൽ നീൽ പോയിൻ്റ് എന്നുകൂടെ പറയും. ആൻറ്റി ഫെറോ ഇലക്ട്രിസിറ്റി ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൻറ്റി ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽ കൺസിസ്റ്റ്സ് ഓഫ് an ordered array of electric dipoles. Adjacent dipoles are arranged in anti-parallel directions. ഇതാണ് ഫെറോ ഇലക്ട്രിക് ആൻഡ് ആൻറ്റി ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് തമ്മിലുള്ള ഡിഫറൻസ്. നോക്ക്, അഡ്ജസൻറ്റ് റോ തമ്മിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആൻറ്റി പാരലലായിട്ടാണ്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം നെറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ക്യാൻസലേഷൻ എന്നുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുമ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ്സ് 0 ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് പിന്നെ ശരിക്കും പാരലൽ, ആൻറ്റി പാരലൽ, അതിൽ നിന്നാണ് ഈ ആൻറ്റി ഫെറോ ഇലക്ട്രിക് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇൻ ഡൈലക്ട്രിക് ക്രിസ്റ്റൽസ് അൺലൈക്ക് എ ഫെറോ ഇലക്ട്രിക്, the neighboring lines of ferroelectric ions may be displaced in opposite directions so that their spontaneous polarization became oppositely directed. ഇത് ഓൾറെഡി പറഞ്ഞതാണ്. പോളറൈസേഷൻ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ്. ബിക്കോസ് എങ്ങനെയാണ് ഡൈപോൾസ് അലൈൻ ചെയ്തിരിക്കുന്നത്? ആൻറ്റി പാരലൽ. അതുകൊണ്ട് തന്നെ
ആ ഒരു ഡയറക്ഷനിൽ, ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോളറൈസേഷനും ഉണ്ടാവും. ആൻഡ് ദ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ചേഞ്ചസ്, ഓട്ടോമാറ്റിക്കലി ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റും ചേഞ്ച് ചെയ്യും. ഞാൻ കൊടുത്തേ ഉള്ളൂ, ഒരു ഫിഗറിന് വേണ്ടി കൊടുത്തതാണ്. ഇൻ ആൻറ്റി ഫെറോ ഇലക്ട്രിക്, അൺലൈക്ക് എ ഫെറോ ഇലക്ട്രിക്, adjacent dipoles cancels each other, so the total macroscopic spontaneous polarization is 0. അതുകൊണ്ട് പോളറൈസേഷൻ എന്ത് ചെയ്യും? 0 ആയി പോവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. എക്സാമ്പിൾസ് അമോണിയം സാൾട്ട് ആണ്. ലോ ടെമ്പറേച്ചറിലുള്ള അമോണിയം സാൾട്ട്, ഹൈഡ്രജൻ ന്യൂക്ലൈഡ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഏതിൻ്റെ? ആൻറ്റി ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസിൻ്റെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് ഫെറോ ഇലക്ട്രിക് ഡൊമെയിൻസ്. ഓൾറെഡി പറഞ്ഞതാണ് ഫെറോ ഇലക്ട്രിക് ഡൊമെയിൻസ്. ഇതൊരു പ്രോപ്പർട്ടി, അതായത് ഫെറോ ആൻറ്റി ഫെറോ ഉള്ളതുപോലെ പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊരു എന്താണ് നമുക്ക് നോക്കാം. ദ സ്പോണ്ടേനിയസ് പോളറൈസേഷൻ ഇൻ എ ഫെറോ ഇലക്ട്രിക് ക്രിസ്റ്റൽ, അല്ലെങ്കിൽ ഗ്രെയിൻ എന്നും പറയും, ഈസ് യൂഷ്വലി നോട്ട് യൂണിഫോംലി അലൈൻഡ്. ഈ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഡയറക്ഷൻസ് ആണെന്ന് പറഞ്ഞു. ആൻറ്റി ഫെറോ ആണെങ്കിൽ ആൻറ്റി പാരലൽ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു സംഭവം യൂണിഫോംലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അലൈൻ ചെയ്തിരിക്കുന്നത്. ദ റീജിയൻ ഓഫ് ദ ക്രിസ്റ്റൽ വിത്ത് യൂണിഫോംലി ഓറിയൻറ്റഡ് സ്പോണ്ടേനിയസ് പോളറൈസേഷൻസ് ആർ കോൾഡ് ഫെറോ ഇലക്ട്രിക് ഡൊമെയിൻസ്. അപ്പോൾ ചില റീജിയൻസിൽ എന്തായിരിക്കും? യൂണിഫോംലി അറേഞ്ച് ചെയ്തിരിക്കും, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ. വേറൊരു റീജിയനിൽ യൂണിഫോമായിട്ട് അലൈൻ ചെയ്തിരിക്കും, പക്ഷേ വേറൊരു ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെ ഉള്ള കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ് കൂടി ചേർന്നിട്ടാണ് ആ ഒരു ക്രിസ്റ്റലിൻ്റെ എൻറ്റയർ ഡൊമൈൻ, അല്ലെങ്കിൽ എൻറ്റയർ പോളറൈസേഷൻ വരുന്നത്. അപ്പോൾ ഓരോ ഡൊമൈൻ്റെ ഉള്ളിലും ഒരേ ഡയറക്ഷനിലായിരിക്കും ഡൈപോൾ മൊമെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്. പക്ഷേ തൊട്ടടുത്തടുത്തുള്ള ഡൊമൈൻസ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ഒരു ഡൈപോളിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഡൊമൈൻ വാൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം ഇതാണ് ഒരു ഡൊമൈൻ. ഈ കാണുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ബോക്സും ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. ഈ ഓരോ കുഞ്ഞു കുഞ്ഞു ബോക്സാണ് ഓരോ ഡൊമൈൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ അതിൽ ഈ ഒരു നെറ്റ് ഡയറക്ഷനാണ് ഇവിടെ ഒരു സിംഗിൾ ആരോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ഓരോ ഡൈപോളും എങ്ങോട്ടാണ്? ഇതിപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസ് ആണെങ്കിൽ അപ്വേർഡ്, സെക്കൻഡ് ആണെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കും. അങ്ങനെ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ഓരോന്ന്. അതിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു കുഞ്ഞു ഡൊമൈൻ ഡൈപോൾസ് ഉണ്ടാവും, ആ ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്തടുത്ത രണ്ട് ഡൊമൈനിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു റീജിയനെയാണ് ഡൊമൈൻ വാൾ എന്ന് പറയുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ പോളറൈസേഷൻ മേ ബി ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആയിരിക്കും അഡ്ജസൻറ്റ് ഡൊമൈൻസ് കൺസിഡർ ചെയ്താൽ. നെക്സ്റ്റ് ഡൊമൈൻ, ഞാൻ അതന്നെ ഒന്നുകൂടി ഇട്ടതാണ്. ഇതാ ഓരോ ആൽഫ 1, ആൽഫ 2, ആൽഫ 3 ഇതൊക്കെ ഓരോ ഡൊമൈൻസ് ആണ്. ഒരു ഡൊമൈൻ വാളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡൊമൈൻ വാൾ അല്ലെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറി എന്നൊക്കെ പറയും. അപ്പോൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫിഗറിൽ. ഫീൽഡിൻ്റെ പ്രസൻസിലും ഫീൽഡിൻ്റെ ആബ്സെൻസിലൊക്കെ ഉള്ളത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ferroelectric domains form to minimize electrostatic energy of depolarizing fields and the elastic energy associated with the mechanical constraints to which the ferroelectric materials is subjected as it is cooled through the paraelectric ferroelectric phase transition. അപ്പം കൂളിംഗ് ആണ് പറയുന്നത് അല്ലേ? പാരാ ഇലക്ട്രിക്കും ഫെറോ ഇലക്ട്രിക്കും. പാരാ ഇലക്ട്രിക്കിൽ എന്താണ്? ഫെറോ ഇലക്ട്രിക് ആകുമ്പോൾ ആ മാഗ്നറ്റിസം അല്ല, ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസൻസിൽ ഉണ്ടായ പോളറൈസേഷൻ ആ ഫീൽഡിൻ്റെ ആബ്സെൻസിൽ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ പാരാ ഇലക്ട്രിസിറ്റിയിൽ എന്താണ്? അതിൽ ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വീക്കായിരിക്കും. പോളറൈസേഷനൊക്കെ വീക്ക്, നെറ്റ് ഡൈപോൾ മൊമെൻ്റൊക്കെ വീക്കായിരിക്കും. ഫീൽഡിൻ്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യും? അതും ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു രണ്ട്, അതായത് ഡീപോളറൈസ് ചെയ്യപ്പെടും. പോളറൈസേഷനും ഡീപോളറൈസേഷനും നടക്കുന്നുണ്ട് പാരാ ഇലക്ട്രിക് ആവുന്ന കേസിൽ. അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ആ ഒരു ട്രാൻസിഷൻ, അപ്പോൾ അവിടെയുള്ള ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, ഡീപോളറൈസ് ചെയ്യുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, അതുപോലെ മെക്കാനിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവുന്നുണ്ട്, ആ ഒരു ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ആ സിസ്റ്റത്തിന്. അപ്പോൾ ആ സമയത്തുള്ള ഒരു എന്താണ് ഇലാസ്റ്റിക് എനർജി. അപ്പോൾ ഇതുപോലുള്ള എനർജീസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഇതിലാണ് ഈ ഡൊമൈൻസ് ഫോം ചെയ്യുന്നത്. ഓരോ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് ആകുമ്പോൾ എന്ത് ചെയ്യും? എനർജി അതിനനുസരിച്ച് നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് പറയുന്നത്. പിന്നെ മോസ്റ്റ് ഓഫ് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ഫോം എ സോളിഡ് സൊല്യൂഷൻ വിത്ത് PB
PiO3. ഇതും പറയുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി ആയിട്ട്. നെക്സ്റ്റ് ഇത് ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഐസോതെർമൽ പോളറൈസേഷൻ ഉണ്ട്, ഹീറ്റിംഗ്, ഡീപോളറൈസേഷൻ, കൂളിങ്. അപ്പോൾ എന്താണ് ആ ഹീറ്റിംഗ്, ആ ഒരു സംഭവത്തിനെ പിന്നെ കൂൾ ചെയ്തിട്ട് തണുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീപോളറൈസേഷൻ ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഹീറ്റിങ്ങും കൂളിങ്ങുമാണ് വരുന്നത്. അപ്പം അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഒരു ഐഡിയക്ക് വേണ്ടി കൊടുത്തുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ് പീസോ ഇലക്ട്രിസിറ്റി. അപ്പോൾ പേരിൽ തന്നെ പീസോ ഇലക്ട്രിസിറ്റി എന്നുള്ള അതിൻ്റെ മീനിങ് എന്താണ്? ഇലക്ട്രിസിറ്റി റിസൾട്ടിങ് ഫ്രം പ്രഷർ ആൻഡ് ലാറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ആണ് അതിൻ്റെ റിസൾട്ടൻറ്റ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ആൻഡ് ലാറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പിസൈൻ വിച്ച് മീൻസ് ടു സ്ക്വീസ് ഓർ പ്രസ് ആൻഡ് ഇലക്ട്രോൺ, നമ്മൾ ഇലക്ട്രോൺ അല്ല, വിച്ച് മീൻസ് ആംബർ, ആൻ ആൻഷ്യൻറ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ ഈ ഒരു വേർഡ്സിൻ്റെ കോമ്പിനേഷനിൽ നിന്നാണ് പീസോ ഇലക്ട്രിസിറ്റി എന്ന വേർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫ്രഞ്ച് ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ജാക്വസ് ക്യൂറി ആൻഡ് പിയറി ക്യൂറി രണ്ടുപേരും ബ്രദേഴ്സാണ്. പിന്നെ പിയറി ക്യൂറീനെ നമ്മളറിയണം, നമ്മൾ ഫിസിക്സ് ഫീൽഡിൽ സ്ത്രീകളായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. ഇന്നത്തെ കാലം വരെ ആയിട്ട് നമുക്ക് വളരെ വിരലുണ്ടാവുന്ന സ്ത്രീകൾ മാത്രമേ ഈ ഫീൽഡിൽ ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളൂ. അതിൽ ഏറ്റവും മുൻനിരക്കാരിയായിട്ടുള്ള മാഡം ക്യൂറിയുടെ ഹസ്ബൻഡാണ് പിയറി ക്യൂറി. അപ്പോൾ പിയറി ക്യൂറിയും ജാക്വസ് ക്യൂറി രണ്ടുപേരും, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ ബ്രദേഴ്സാണ്. അപ്പോൾ അവരാണ് പീസോ ഇലക്ട്രിസിറ്റി 1880 അത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ടോർമലിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലിൻ്റെ ആ ഒരു ടോർമലിൻ്റെ ഒരു സ്റ്റഡിയാണ് ആ പീസോ ഇലക്ട്രിസിറ്റീൻ്റെ ഡിസ്കവറിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ ടോർമലിൻ ക്രിസ്റ്റലിൻ്റെ കുറച്ച് ജെം സ്റ്റോൺസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് അവരുടെ ഒരു ചിത്രമാണ്. ജാക്വസ് ഉണ്ട്, പിയറി ക്യൂറി നടുക്ക് നിൽക്കുന്ന ആളാണ്, ഇത് മാഡം ക്യൂറി. അവരുടെ ഒരു ലബോറട്ടറി സെറ്റപ്പാണ്. ദെൻ piezoelectricity is the electric charge that accumulates in certain solid materials. സോളിഡ് മെറ്റീരിയൽസ് പറയുമ്പോൾ എന്തൊക്കെ വരാം? ക്രിസ്റ്റൽസ് വരാം, സെറാമിക്സ് വരാം, ബയോളജിക്കൽ മാറ്റർ നമ്മളുടെ ബോൺ, DNA പോലുള്ള സംഭവം പോലും വരാം, അതിൽ പോലും. പിന്നെ വേരിയസ് പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഈ സോളിഡ് മെറ്റീരിയൽസിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ പീസോ ഇലക്ട്രിസിറ്റിയിൽ വരുന്നത്. ഇൻ റെസ്പോൺസ് ടു അപ്ലൈഡ് മെക്കാനിക്കൽ സ്ട്രെസ്, അതായത് ഒരു അപ്ലൈഡ് മെക്കാനിക്കൽ സ്ട്രെസ്സിൻ്റെ ഭാഗമായി ഇലക്ട്രിക്കൽ ചാർജ് ഡെവലപ്പ് ചെയ്യും. നമ്മുടെ DNA ഒക്കെ നമുക്ക് ഇതാക്കാവുന്നതാണ്, നമ്മുടെ ന്യൂറോൺ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു സ്ട്രെസ് ഉണ്ടാക്കിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന പല റിയാക്ഷൻസിനെ പറ്റി നമുക്ക് ആലോചിക്കാം. കാരണം ഇതിലെന്ത് പറഞ്ഞിട്ടുണ്ട്? ബോൺസും DNA ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ആ മെറ്റീരിയൽസ് എന്നുള്ളതിൽ. അപ്പോൾ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുക, മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പം ആ ഫിസിക്കൽ സിസ്റ്റത്തിന് എന്ത് ചെയ്യും? ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ആ രീതിക്കൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് പീസോ ഇലക്ട്രിസിറ്റി. ഒരു ഇലക്ട്രിക് ചാർജ് ഡെവലപ്പ് ചെയ്യും. പ്രഷർ ഇല്ലാത്തതും പ്രഷർ ഉള്ളതുമായിട്ടുള്ള കണ്ടീഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് വോൾട്ടേജ് ഉണ്ടാവുന്നത്. ഓക്കെ, ദ ക്യൂറി ബ്രദേഴ്സ് റിയലൈസ്ഡ് ദാറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ചാർജ് ഡെവലപ്ഡ് അപ്പോൺ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഹീറ്റിംഗ് വാസ് ഡ്യൂ ടു തെർമൽ സ്ട്രെസ് ക്രിയേറ്റഡ് ഇൻ ദ പൈറോ ഇലക്ട്രിക്സ്. ഓൾറെഡി പറഞ്ഞതാണ്, പൈറോ ഇലക്ട്രിക്സിൽ എന്താണ്? ടെമ്പറേച്ചറിൻ്റെ കളിയാണ് അല്ലേ, ഹീറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഹീറ്റ് എങ്ങനെ ചെയ്യാം? യൂണിഫോമായി ഹീറ്റ് ചെയ്യാം, നോൺ യൂണിഫോമായി ഹീറ്റ് ചെയ്യാം. അപ്പോൾ ആ രണ്ട് സമയത്തും എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? അതൊരു സ്ട്രെസ്സാണ്. ഒരു ബോഡിക്ക് ഹീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു സ്ട്രെസ്സാണ്, തെർമൽ സ്ട്രെസ് അല്ലേ. അപ്പോൾ ആ സ്ട്രെസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ചാർജ് നമുക്ക് കിട്ടി. അപ്പോൾ അതെന്താണ്? പൈറോ ഇലക്ട്രിക്സ് ആണെങ്കിൽ കൂടി അത് ആക്ച്വലി എന്ത് തന്നെയാണ്? പീസോ ഇലക്ട്രിസിറ്റി തന്നെയാണ്. സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടി. അപ്പോൾ പീസോ ഇലക്ട്രിസിറ്റിയുടെ ഒരു വേർഷൻ തന്നെയാണ് പൈറോ ഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ എ ക്രിസ്റ്റൽ ഈസ് സ്ട്രെയിൻഡ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിതിൻ ദ സബ്സ്റ്റൻസ്. സ്ട്രെയിൻ ഉണ്ടാക്കുന്ന സമയത്ത് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫീൽഡ് എന്ത് ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ സാമ്പിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അവിടെ ആക്ച്വലി ഡെവലപ്പ് ചെയ്ത ഫീൽഡ് എത്രയാണ് എന്ന് മെഷർ ചെയ്യാം. ഓക്കെ, മെഷർ ചെയ്യുന്നൊരു ടെക്നിക്ക്, ഒരു ഡിവൈസാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്തേ ഉള്ളൂ, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കൊടുത്തതാണ്. ഓക്കെ,
ദെൻ ദ പിസോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. അതായത് പിസോ ഇലക്ട്രിസിറ്റിയിൽ എന്താണ് പറയുന്നത്? ഇൻറ്റേർണൽ ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് ആണ് അല്ലേ? എങ്ങനെ? റിസൾട്ടിങ് ഫ്രം ആൻ അപ്ലൈഡ് മെക്കാനിക്കൽ ഫോഴ്സ്. ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. നേരെ ഓപ്പോസിറ്റ് എങ്ങനെയാണ്? ഒരു ഇൻറ്റേർണൽ ജനറേഷൻ ഓഫ് മെക്കാനിക്കൽ സ്ട്രെയിൻ, ഒരു സ്ട്രെയിൻ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെ? അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആൻറ്റി പിസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ഫിനോമിനൻ. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഫിഗറിൽ ഇൻപുട്ട് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച സംഭവമാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഗ്രീൻ ലൈനാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഫിഗറിൽ നോക്കുക, എന്താ ഇവിടെ ആ ഇൻപുട്ടായിട്ട് നമ്മൾ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്, രണ്ട് സൈഡിൽ നിന്നും കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഫീൽഡ് ഔട്ട് സൈഡിൽ കിട്ടി. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് സ്ട്രെസ് അപ്ലൈ ചെയ്യാമല്ലോ. ഇങ്ങനെ കംപ്രസ് ചെയ്യുകയും ചെയ്യാം, നേരെ വലിച്ചു നീട്ടുകയും ചെയ്യാം. രണ്ടും ഒരു ടൈപ്പ് ഓഫ് സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യത്തേതിൽ നോക്കുക, രണ്ടാമത്തേതിൽ നോക്കുക, ആ പൊളാരിറ്റി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ആ സ്ട്രെസ് ഏത് ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്തോ അതിനനുസരിച്ച് പൊളാരിറ്റി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ഔട്ട്പുട്ടിൽ. അതുപോലെ ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പോളിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോയിൻവേഴ്സ് ഇഫക്റ്റിലാണ് പറയുന്നത്. ഔട്ട്പുട്ടിൽ എന്തുണ്ട്? ഇതാ രണ്ട് സൈഡിലേക്കായിട്ട് അതിലൊരു സ്ട്രെസ് വരുന്നുണ്ട്. അതേപോലെ അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തിട്ട് ഇൻപുട്ടിൽ കൊടുത്താൽ ഔട്ട് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആ സ്ട്രെസ് ഉണ്ടാവുന്നതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പോൾ രണ്ട് ഇഫക്റ്റ്, രണ്ട് രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് സ്ട്രെയിൻ കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു, മറ്റത് ഇലക്ട്രിസിറ്റി കൊണ്ട് സ്ട്രെയിൻ ഉണ്ടാവുന്നു. സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ്സാണ് കുറച്ചുകൂടെ ആപ്റ്റ്. ഓക്കെ. സ്മോൾ സ്ട്രെയിൻസ് ക്യാൻ പ്രൊഡ്യൂസ് ലാർജ് ഇലക്ട്രിക് ഫീൽഡ്സ്. നമ്മൾ ഹൈഡ്രോ ഡൈനാമിക്സിൽ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിലൊക്കെ പറയാറില്ലേ, ചെറിയൊരു ഇതുകൊണ്ട് തന്നെ വലിയൊരു ഫോഴ്സ്, വലിയ ഏരിയ, കുറഞ്ഞ ട്യൂബും കൂടിയ ട്യൂബും ഇത് ചെറുതായി ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലാർജ് ഫോഴ്സ് അപ്പുറത്ത് കിട്ടുന്നുണ്ട് അല്ലേ? അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ ചെറിയ സ്ട്രെയിൻ കൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? ലാർജ് ഇലക്ട്രിക് ഫീൽഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിസോ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇത് ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ്, ഇലക്ട്രിസിറ്റിക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സൺലൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ, സൺലൈറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെ, സോളാറിൻ്റെ പോലെ നമുക്ക് ഭാവിയിൽ ഇതിനുള്ള കൂടുതൽ സ്റ്റഡീസും മോഡിഫിക്കേഷൻസൊക്കെ നടത്തി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ആലോചിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്വാഡ്സിൻ്റെ ഒക്കെ എക്സാമ്പിൾ ഉണ്ട്. ഒരു 1000 volt/cm ഉള്ള ഫീൽഡ് ജസ്റ്റ് ഒരു 10⁻⁻1 ആണ്. അത്രയും ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ 1000 volt/cm ആ ഒരു ഫീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു യൂസ്ഫുൾ ആയിരിക്കും ഈ സംഭവം. ഫോർ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ കൺസിഡർ ചെയ്യാം. ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോണിക് ചാർജ് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഓഫ് ക്രിസ്റ്റൽ എബൌട്ട് ദെയർ ലാറ്റിസ് സൈറ്റിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നോർമലി അതെന്താണ്? ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സിമ്മെട്രിക് ആണ്, അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. പക്ഷേ ഒരു ക്രിസ്റ്റൽ സ്ട്രെസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ സ്ട്രെസ് ചെയ്യുന്ന സമയത്ത് ചാർജ് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റോഷനിലേക്ക് നയിക്കും ആണല്ലോ. ആ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡിസ്റ്റോഷൻ ഉണ്ടാക്കും. ആ ഡിസ്റ്റോഷൻ എന്താക്കും? ഡിസ്ട്രിബ്യൂഷനെ അസിമെട്രിക്കൽ ആക്കും. ഓക്കെ. അപ്പോൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്പ്ലേസ് ചെയ്യുന്നു, അത് ഡിസ്റ്റോർട്ടഡ് ആവുന്നു, അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനായി മാറുന്നു. അപ്പോൾ സിമെട്രിക്കലിൽ നിന്നും അസിമെട്രിക്കലിലേക്കുള്ള ഒരു മാറ്റം. ഫ്രം അസിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ് പോളറൈസേഷൻ ആൻഡ് ഹെൻസ് എൻ ഇലക്ട്രിക് ഫീൽഡ് ആർ ഡെവലപ്ഡ്. ഒരു അസിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവുന്നു? നെറ്റ് പോളറൈസേഷൻ ഉണ്ടാവുന്നു, അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡും ഡെവലപ്പ് ചെയ്യുന്നു. എ സബ്സ്റ്റൻസ് ക്യാൻ ബി പീസോ ഇലക്ട്രിക് ഓൺലി ഇഫ് ദ യൂണിറ്റ് സെൽ ലാക്സ് എ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ. സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ഇല്ല എങ്കിൽ മാത്രമേ അതിന് നമുക്ക് പീസോ ഇലക്ട്രിക് ആണെന്ന് പറയാൻ വേണ്ടി പറ്റൂ. അത്തരം മെറ്റീരിയൽസിന് മാത്രമേ പീസോ ഇലക്ട്രിസിറ്റി ഉണ്ടാവുള്ളൂ, ആ പ്രോപ്പർട്ടി ഉണ്ടാവുള്ളൂ. ഇൻവേർഷൻ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോഡി ഇൻവേഴ്സ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് തന്നെയാണ് ആക്ച്വലി. ചിറാൾ എച്ചിറാൾ എന്നൊക്കെ പറഞ്ഞ് മിറർ പ്ലെയിൻ ഒക്കെ പറഞ്ഞ് നമ്മൾ കെമിസ്ട്രി പണ്ട് പഠിച്ച തന്നെയാണ്. നെക്സ്റ്റ് പീസോ ഇലക്ട്രിക് ഇക്വേഷൻസ് ആണ്. P = Z × D + E × psi. അതുപോലെ E = ZS + ED. ഇതിൽ ഓരോന്ന് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോളറൈസേഷനാണ്,
നമ്മുടെ പി എന്ന് പറഞ്ഞാൽ സെഡ് ഈസ് ദ സ്ട്രെസ്, ഡി സ്മോൾ ഡി ആണ്, ടൈപ്പ് ചെയ്യുമ്പോൾ എററായി പോയതാണ്. സ്മോൾ ഡി പീസോ ഇലക്ട്രിക് സ്ട്രെയിൻ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ഇ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. ചൈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ആണ്. അതുപോലെ സ്മോൾ ഇ ഈസ് ദ ഇലാസ്റ്റിക് സ്ട്രെയിൻ ആണ്, ഇലാസ്റ്റിക് കോൺസ്റ്റൻ്റ് ആണ് എസ് എന്ന് പറഞ്ഞാൽ. രണ്ട് ഇക്വേഷൻസും സിമ്പിൾ ഇക്വേഷൻസ് ആണ്, ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ബി പീസോ ഇലക്ട്രിക്, ജസ്റ്റ് കൺവേർട്ട് യുവർ സ്ട്രെസ് ഇൻ ടു നോളജ് ബൈ ഡെവലപ്പിംഗ് എ ഫീൽഡ് ഓഫ് ക്യൂരിയോസിറ്റി. ഇതെൻ്റെ ഒരു കോട്ടാണ്. ഈ പീസോ ഇലക്ട്രിസിറ്റി പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയ വരികൾ ഇങ്ങനെ എഴുതി വെച്ചതാണ്. നെക്സ്റ്റ്, വിത്ത് ദിസ് കോട്ട് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് മൈ പ്രസൻറ്റേഷൻ. Be less curious about people and more curious about ideas. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാളാണ്, ഒരു വ്യക്തിത്വമാണ് മാഡം ക്യൂറി. സോ ദാറ്റ് ഈ ഒരു കോട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. സോ താങ്ക് യു ഓൾ ഫോർ ലിസണിങ് മീ. താങ്ക് യു.